സ്വർണം അങ്ങനെ റോക്കറ്റ് പോലെ കുതിക്കുകയാണ്. ഗ്രാമിന് 185 രൂപ കൂടി പവന്, ഗ്രാമിന് 8745 രൂപയാകുമ്പോൾ പവനിനി 40 രൂപ കൂടി ചേർന്നാൽ 70,000 രൂപയായി. ഇന്നത്തെ വില 69,960 രൂപ. വ്യാപാര യുദ്ധം ശക്തമാകുന്നതാണ് അന്താരാഷ്ട്ര വിപണിയിലെ വില വർധനയ്ക്ക് കാരണം എന്നാണ് വിലയിരുത്തൽ. പ്രദീപ് ജോസഫ് വിവരങ്ങൾ നൽകും. അതിനു മുൻപ് കടയുടമകളുടെയും ഒപ്പം തന്നെ സ്വർണം വാങ്ങാനെത്തുന്നവരുടെയും പ്രതികരണങ്ങളിലേക്ക്. അമേരിക്കയായിട്ട് അടുത്ത് സഹകരിച്ച് നിൽക്കുന്ന എല്ലാവരും അവരവരുടെ ഗോൾഡ് റിസർവുകൾ നാട്ടിലേക്ക് കൊണ്ടുവന്നു. റഷ്യയിലും ഇന്ത്യയിലും റഷ്യ പണ്ട് വളരെ എതിര് നിന്നിരുന്നെങ്കിലും ഇപ്പോൾ റഷ്യ പോലും കറൻസികൾക്ക് പകരം ഗോൾഡ് റിസർവുകളൊക്കെ തിരിച്ചു കൊണ്ടുവന്നു. ഇന്ത്യ തിരിച്ചു കൊണ്ടുവന്നു. മാർക്കറ്റിൽ ഇപ്പോൾ ഒരു ശ്രുതി ഉള്ളത് ചിലപ്പോൾ ഡോളറിന് പകരം പുതിയൊരു കറൻസി പോലും ജാനുവരി ഫെബ്രുവരിയിൽ ഇറങ്ങുമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ജാനുവരി ഫെബ്രുവരി വരെ വില കയറിക്കൊണ്ടിരിക്കും. ഡോളറിന് പകരമുള്ള കറൻസി ഇറങ്ങുന്നതിന് ബേസ് ആയിട്ടുള്ള ഗോൾഡിന്റെ വില കൂട്ടി നിർത്തേണ്ടത് അമേരിക്കയുടെ ഒരു ആവശ്യമാണ്. എന്തായാലും ഇപ്പൊ 70,000 ആയി പവന്റെ വില. 80-82 വരെയെങ്കിലും കയറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതും വലിയ സമയമൊന്നും വേണ്ട, ഈ ഒരു മാസത്തിനകത്ത് എത്തും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സ്വർണത്തിന്റെ വില എപ്പോഴും കൂടുകയേ ഉള്ളൂ, ഒരിക്കലും കുറയില്ല. അത് ദാറ്റ് ഈസ് സ്റ്റോക്ക് മാർക്കറ്റ് കുറഞ്ഞ കാരണം അതിന്റെ ഇറ്റ് ഈസ് എഫക്റ്റ് അതിന്റെ കാരണമാണ്. പക്ഷെ എന്നാലും സ്വർണത്തിന് മേടിക്കുന്നത് ഒരു കുറവും വരില്ല. എല്ലാവരും സ്വർണം മേടിക്കും. ബിക്കോസ് ദാറ്റ് ഈസ് എ ഗ്രേറ്റസ്റ്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ്. അതെ, ഇൻവെസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ട്. പിന്നെ സ്വർണത്തിന് മാത്രം എപ്പോഴും വി ഗെറ്റ് എ വാല്യൂ, അതിന് എപ്പോഴും ഒരു വാല്യൂ ഉണ്ട്. വാങ്ങിക്കാതിരിക്കില്ല ആളുകൾ. ആവശ്യത്തിനനുസരിച്ച് അവരുടെ വാല്യൂ ഇപ്പം കൂടുമല്ലോ, അവർക്ക് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാലും പണം കിട്ടുമല്ലോ. അതുകൊണ്ടാണ് വാങ്ങിക്കുന്നത്. പ്രദീപ് ജോസഫിന്റെ വിവരങ്ങളുമായി പ്രദീപ് കടയുടമയുടെയും വാങ്ങാനെത്തുന്നവരുടെയൊക്കെ പ്രതികരണങ്ങൾ കേട്ട അദ്ദേഹം ചുങ്കത്തിന്റെ MD പറഞ്ഞത് 82 വരെ പ്രതീക്ഷിക്കാം എന്നാണ്. അപ്പോൾ അത് എത്ര വേഗത്തിൽ പോലും സംഭവിക്കാവുന്ന ഒരു കാര്യവും. കടകളിൽ തിരക്കുണ്ടല്ലേ പ്രദീപ്? പക്ഷേ പിടിച്ചാൽ കിട്ടാത്ത ഉയരത്തിലേക്ക് തന്നെയാണ് സ്വർണ്ണവില ഓരോ ദിവസവും ഉയർന്നുയർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെയും ഇന്നുമായി ഈ 2 ദിവസം കൊണ്ട് 3640 രൂപയുടെ വർധനമാണ് ഒരു പവൻ സ്വർണ്ണത്തിൻ്റെ വിലയിൽ ഉണ്ടായിരിക്കുന്നത്. വരും ദിവസങ്ങളിലും സ്വർണ്ണവില മുകളിലേക്ക് തന്നെ ആയിരിക്കാനാണ് സാധ്യതയെന്ന് വിപണി വൃത്തങ്ങൾ പറയുന്നത്. കാരണം അമേരിക്കൻ വ്യാപാര യുദ്ധം കാര്യമായ മാറ്റങ്ങൾ ഒന്നും ഇല്ലാതെ തന്നെ മുന്നേറുന്നു. മാത്രമല്ല ചൈനയ്ക്ക് ഏർപ്പെടുത്തിയ ഈ ചുങ്കത്തിൽ കുറവൊന്നും വരുത്താൻ അമേരിക്ക തയ്യാറായിട്ടുമില്ല. മാത്രമല്ല ജപ്പാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അമേരിക്കൻ ബോണ്ടുകൾ സൂക്ഷിക്കുന്ന രാജ്യമെന്ന് പറയുന്നത് ചൈനയാണ്. ചൈന വലിയ തോതിലുള്ള അമേരിക്കൻ ബോണ്ടുകളുടെ വിൽപ്പന നടത്താൻ ഉദ്ദേശിക്കുന്നു എന്നുള്ള വാർത്തകളും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. ഇതും ഇന്ന് സ്വർണ്ണവില വലിയ തോതിൽ കൂടാൻ കാരണമായിട്ടുണ്ട്. അതേസമയം സാധാരണഗതിയിൽ ഈ ഒരു സീസണിൽ വില അല്പം കുറയുകയാണ് ഇന്ത്യയിൽ പതിവ്. ഇത് പ്രതീക്ഷിച്ച് വലിയ തോതിൽ അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ സ്വർണ്ണക്കട ഉടമകൾ നടത്തിയിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ അവർക്കത് വലിയ ബാധ്യത ഉണ്ടാക്കുന്നതായി പറയുന്നു. എന്നാൽ നിക്ഷേപം എന്നുള്ള നിലയിൽ കാണുന്ന ആളുകൾ ഈ വില വർധനവിനെ പോലും കാര്യമായി അതിലൊരു ആശങ്കപ്പെടാതെ ഇപ്പോഴും നിക്ഷേപം എന്നുള്ള നിലയിൽ സ്വർണം വാങ്ങുന്നുണ്ട്. എന്നാൽ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വർണം ഒരു കിട്ടാക്കനിയായി മാറുന്നു എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. വ്യാപാരത്തിൻ്റെ തോതിൽ കുറവ് വന്നിട്ടുണ്ട് എന്ന് സ്വർണ്ണക്കട ഉടമകളും പറയുന്നു. എന്തായിരുന്നാലും വരും ദിവസങ്ങളിലും വില മുകളിലേക്ക് തന്നെയായിരിക്കുമെന്നാണ് വിപണി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്.